ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലാരസ് റെസിപ്പീസ്. ഇന്ന് ഇവിടെ ഞാൻ ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ഉണക്കച്ചെമ്മീനും തക്കാളിയും വെച്ചിട്ടുള്ളൊരു ടൊമാറ്റോ ചട്നിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും റൈസിൻ്റെ കൂടെയും പിന്നെ ജവായുടെ റൊട്ടിയാകും അങ്ങനെയുള്ള ഇതിൻ്റെ കൂടെയെല്ലാം റൊട്ടികളുടെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഒരു 5 മിനിറ്റിലൊക്കെ തയ്യാറാക്കി പെട്ടെന്ന് എടുക്കാൻ പറ്റിയൊരു കറിയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്നോ എങ്ങനെയാണ് ചെയ്യാമെന്നോ. ഇവിടെ ഞാൻ അരവാട്ടിയുള്ള നമ്മുടെ ഉണക്കച്ചെമ്മീൻ തലയും വാലെല്ലാം മാറ്റിയിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടൊമാറ്റോയാണ് ഞാനിവിടെ എടുത്തത്. നിങ്ങളുടെ കയ്യിൽ വലിപ്പമുള്ളതാണെങ്കിൽ 2 മീഡിയം സൈസ് എടുക്കുക. 10-15 ചെറിയുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എണ്ണയും എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾക്ക് നമ്മുടെ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് സവോള വേണമെങ്കിലും ചേർക്കാൻ കിട്ടും. ഞാനിപ്പോൾ ചെറിയ ഉള്ളി ഇട്ടത് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ചേർത്തന്നേ ഉള്ളൂ. സവോളയാണെങ്കിലും കുഴപ്പമില്ല. സവോള ഒരു 2 മീഡിയം സൈസ് സവോള ചേർത്താലും മതിയാവും. ഇനി അതൊന്ന് വഴണ്ടി വരുന്ന അങ്ങ് ബ്രൗൺ ആവണ്ടേ, ഒരു ലൈറ്റായിട്ടൊന്ന് വഴണ്ടി കിട്ടിയാൽ മതി. ഇനി അതിലേക്ക് നമ്മൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പച്ചമുളകും ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴണ്ടി വന്നിട്ട് എന്നിട്ട് നമുക്കതിലേക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ പച്ചമുളകും ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതായത് ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടിയെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നിറച്ച് മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു വലിയ സ്പൂൺ ചേർക്കുന്നത്. നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കാരണം ഞാനിവിടെ എടുത്തിരിക്കുന്ന പച്ചമുളക് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എരിവ് അധികം ഇല്ലാത്ത മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഞാനപ്പോൾ കുറച്ച് വെള്ളത്തിലൊന്നത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉണക്കച്ചെമ്മീൻ ഒന്ന് കഴുകിയതിന് ശേഷമാണ് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് നമ്മൾക്ക് അതിലേക്ക് അതിൻ്റെ അകത്തെ വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം കേട്ടോ ചേർക്കാൻ. അപ്പോൾ അത് നമ്മളുടെ ആ ഉണക്കച്ചെമ്മീൻ്റെ ഒരു ചെറിയതായിട്ട് ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് പോയിക്കിട്ട് അപ്പോൾ കുറച്ചുകൂടി ഒരു ഇത് വരും, അപ്പോൾ ടേസ്റ്റ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊന്ന് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളത്തിലിടുമ്പോൾ കുറച്ചൊന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും. ഇനി നമ്മൾക്കത് നന്നായി ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കിയിട്ട് അതൊന്ന് മൂടിയിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. അധികം വേണ്ട, പെട്ടെന്ന് വേഗം ഒരു 5 മിനിറ്റൊക്കെ മതി. പെട്ടെന്ന് അതങ്ങ് വെന്ത് കിട്ടിക്കോളും. ഒരു 5 മിനിറ്റ് ഒന്ന് മൂടിയിട്ട് വെച്ചാൽ മതി. ഇതായിപ്പോൾ ഇവിടെ ഒന്ന് റെഡി ആയിട്ട് ഞാനിപ്പോൾ ഒന്നുകൂടി ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചപ്പാത്തിക്കും റൊട്ടിക്കൊക്കെ വളരെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ആയാലും നല്ല ടേസ്റ്റാണ്. അത്യാവശ്യം ഒരു ചെറിയൊരു പരിപ്പ് കറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ ഇങ്ങനെ ഉണക്കച്ചെമ്മീൻ ചെയ്യുവാണെങ്കിൽ നല്ലതായിട്ട് നമ്മൾക്ക് നല്ല ടേസ്റ്റാണ്. ഊണ് കഴിക്കാനെല്ലാം നല്ലതാണ്. ചപ്പാത്തി അല്ലെങ്കിൽ നമ്മളുടെ റൈസിൻ്റെ റൊട്ടി ഉണ്ടാക്കുമല്ലോ, അതിനും ജവാരിയുടെ റൊട്ടിക്കൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പം ഞാനിതൊന്ന് സെർവ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എനിക്ക് പറയണം, ഫീഡ്ബാക്ക് അറിയിക്കണം എന്നെ കമൻറ്റിലൂടെ. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് പറയണം.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.